ഈ നിലവിളി കേരളത്തിന്റെ മനസ്സാക്ഷിയെ പൊള്ളിച്ചതാണ്. വെറുമൊരു ഉത്സവ കാഴ്ച കാണാനിറങ്ങിയ മകൻ തണുത്ത് മരവിച്ച ശരീരവുമായി മടങ്ങി വരുമെന്ന് ആ അമ്മ സ്വപ്നത്തിൽ പോലും കരുതി കാണില്ല. ശക്തികുളങ്ങര മരുത്തടിയിലെ ഉത്സവപ്പറമ്പിൽ ലഹരിമൂത്ത ഒരു സംഘം അതിക്രമിച്ചു വീഴ്ത്തിയത് ഹരികൃഷ്ണൻ എന്ന 18 വയസ്സുകാരനെ മാത്രമല്ല, ആ കുടുംബത്തിന്റെ മുഴുവൻ പ്രതീക്ഷകളെ കൂടിയാണ്. കഴിഞ്ഞ ഞായറാഴ്ച രാത്രിയാണ് സംഭവങ്ങളുടെ തുടക്കം. കുന്നത്തൂർ സ്വദേശിയായ ഹരികൃഷ്ണൻ മരുത്തടിയിലെ സഹോദരിയുടെ വീട്ടിൽ ഉത്സവത്തിനെത്തിയതായിരുന്നു. തിരുവാഭരണ ഘോഷയാത്ര കാണുന്നതിനിടെ മുന്നിൽ നിൽക്കുന്നതിനെ ചൊല്ലിയുണ്ടായ നിസ്സാര തർക്കം. എന്നാൽ മദ്യലഹരിയിലായിരുന്ന ഒരു സംഘം അത് വലിയൊരു അക്രമമാക്കി മാറ്റി. ഹരികൃഷ്ണനെയും സഹോദരൻ ജയകൃഷ്ണനെയും ബന്ധുവിനെയും തടഞ്ഞു നിർത്തി ക്രൂരമായി മർദ്ദിച്ചു. മരക്കഷ്ണം കൊണ്ടുള്ള അതിശക്തമായ അടിയേറ്റ് ഹരികൃഷ്ണൻ ആ ക്ഷേത്രമുറ്റത്ത് ബോധരഹിതനായി വീണു. തലക്കേറ്റ മാരകമായ പരിക്ക് ഹരികൃഷ്ണനെ മരണത്തിലേക്ക് തള്ളിവിടുകയായിരുന്നു. 5 ദിവസത്തോളം വെന്റിലേറ്ററിൽ മരണത്തോട് മല്ലിട്ടു. ഒടുവിൽ ഇക്കഴിഞ്ഞ ദിവസം രാവിലെ പ്രത്യാശകളെല്ലാം അവസാനിച്ചു. ഒരു പോളിടെക്നിക് വിദ്യാർത്ഥിയായിരുന്ന ഹരികൃഷ്ണന് ഇനി വീട്ടിലേക്കൊരു മടക്കമില്ല എന്നറിഞ്ഞ നിമിഷം. മരിച്ച് മൃതശരീരമായി 18ാമത്തെ വയസ്സിൽ എത്ര കാലമാണ് അവൻ്റെ 10, 78 അല്ലെങ്കിൽ 80 വർഷത്തെ ജീവിതം ആർക്കോ വേണ്ടി ഇല്ലാതാക്കിയവൻ ഇവിടെ തിരിച്ചു വരുന്നത്. സാധാരണക്കാരായ മനുഷ്യർക്ക് തുറന്ന സ്ഥലങ്ങളിൽ ഇറങ്ങി നടക്കാനോ പൊതുവിടങ്ങളിൽ പോകാനോ പൊതുപരിപാടികളിൽ പങ്കെടുക്കാനോ സാധിക്കില്ല എന്നുള്ള മെസ്സേജാണ് ഈ കൊച്ചു പയ്യൻ്റെ മരണത്തിൽ കൂടി വെളിവാക്കപ്പെട്ടിരിക്കുന്നത്. ഇത് സ്റ്റേറ്റിൻ്റെ ഉത്തരവാദിത്തം കൂടിയാണ്. പോലീസിൻ്റെ പരാജയമാണ്, നിയമങ്ങളുടെ പരാജയമാണ്. ഇവിടെ പരാജയപ്പെടുന്ന ഭരണഘടനയാണ്. നിസ്സഹായരായൊരു മാതാപിതാക്കൾ, വികലാംഗരായ മാതാപിതാക്കളുടെ പ്രതീക്ഷകളായ 2 മക്കളാണ്. അതിൽ മിടുക്കനായ ഇളയ പയ്യനാണ് 18ാമത്തെ വയസ്സിൽ ഇല്ലാതായത്. 18 വർഷം ഒരമ്മ ഒരു കുഞ്ഞിനെ എങ്ങനെയാണ് വളർത്തിയെടുക്കേണ്ടത്? ഒരമ്മയുടെ നിലവിളിക്ക് ഈ രാജ്യത്ത് ഒരു വിലയും ഇല്ലാതായിരിക്കുക എന്നുള്ളതാണ്. ഈ വീട് വരും കാലങ്ങളിൽ സംരക്ഷിക്കേണ്ട, ഈ വീട് മുമ്പോട്ട് കൊണ്ടുപോകേണ്ട, കുടുംബം കൊണ്ടുപോകേണ്ട ഒരു പയ്യൻ നാളെ ചേതനയേറ്റ ശരീരമായി വീട്ടിലേക്ക് വന്നു കയറുകയാണ്. ഇത് നമ്മുടെ പരാജയമാണ്, ഈ സമൂഹത്തിൻ്റെ പരാജയമാണ്, നമ്മുടെ നിയമങ്ങളുടെ പരാജയമാണ്. യാതൊരു പ്രകോപനവും ഇല്ലാതെയായിരുന്നു അവർ മർദ്ദിച്ചത്. മദ്യപിച്ചെത്തിയ ഒരു സംഘമായിരുന്നു അത്. ഉത്സവങ്ങൾ സമാധാനമായി കാണാൻ പറ്റാത്ത അവസ്ഥയാണ്. പ്രതികളെ ഒന്നിനെയും വെറുതെ വിടരുത്. ആ കുട്ടി എന്ത് പിഴച്ചു? അടിയന്തരമായി കർശന നടപടി പോലീസ് എടുക്കണം. ഇത്തരത്തിൽ നിരവധി അഭിപ്രായങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. പക്ഷേ ഒന്നിനും ആ ജീവൻ തിരിച്ചു പിടിക്കാനുള്ള ശക്തിയില്ല. ഇവിടുന്ന് ഈ 10-33 കിലോമീറ്റർ ദൂരെയുള്ള ഒരു ക്ഷേത്രത്തിൽ പോയി സംഘർഷം ഉണ്ടാക്കാനുള്ള യാതൊരു സാഹചര്യവും എന്ന് മാത്രമല്ല, ഈ നാട്ടിൽ ഉള്ള മനുഷ്യരോട് പോലും ചിരിച്ചുകൊണ്ടല്ലാതെ വർത്തമാനം പറയാന്നല്ലാത്ത ഒരു പയ്യൻ മറ്റൊരിടത്ത് പോയൊരു സംഘർഷം ഉണ്ടാക്കുമെന്ന് ഈ ലോകത്താരോട് പറഞ്ഞാലും വിശ്വസിക്കില്ല. അപ്പം പർപ്പസായി ഈ നാട്ടിലെ വ്യവസ്ഥകൾ അനുസരിച്ച് ആരെയും ഭയമില്ലാത്ത ഒരു തെമ്മാടിക്കൂട്ടം ഇവിടെ എല്ലാ പ്രദേശങ്ങളിലും ഉണ്ട്. അവർക്ക് ആർക്കും എന്തും ചെയ്യാം എന്നുള്ളൊരു ബോധ്യം ആണ് ആ പയ്യനെതിരെ ആയുധമെടുത്ത്, ആയുധം എന്ന് പറഞ്ഞാൽ കയ്യിൽ കിട്ടിയ, നിങ്ങൾ കണ്ടു കാണും, നിങ്ങൾ കേട്ട് കാണും ആ ശബ്ദം. നമ്മൾ പാമ്പിനെയൊക്കെ അടിച്ചു കൊല്ലാനാണ് 2-3 പ്രാവശ്യം ഓങ്ങിയിട്ട് തലയ്ക്കടിക്കുന്നത്. കൊല്ലാൻ വേണ്ടിയുള്ളൊരു അടിയാണ് അവിടെ അവനെതിരെ ഉയർന്നത്. അതിനുള്ള ഒരു സാഹചര്യവും നിങ്ങൾ ആ പ്രദേശത്ത് അന്വേഷിച്ചാൽ അറിയാം. ആ പ്രദേശത്തെ ആ വിവരങ്ങളെല്ലാം ഞങ്ങൾ അന്വേഷിച്ചു. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. സംഭവത്തിൽ സുനിൽകുമാർ, രതീഷ് എന്നിവരുൾപ്പെടെ 4 പ്രതികളെയാണ് പോലീസ് പിടികൂടിയത്. എങ്കിലും ആൾക്കൂട്ടത്തിനിടയിൽ വച്ച് ഒരു ജീവൻ ഇത്തരത്തിൽ കവർന്നെടുക്കപ്പെടുമ്പോൾ തോൽക്കുന്നത് നമ്മുടെ നിയമവ്യവസ്ഥ കൂടിയാണ്. ഉത്സവ പറമ്പുകളിൽ ലഹരിയും അക്രമവും അഴിഞ്ഞാടുമ്പോൾ ഇനിയൊരു മണികണ്ഠനോ ഹരികൃഷ്ണനോ ആവർത്തിക്കപ്പെടാതിരിക്കാൻ അധികൃതർ ഉണർന്നു പ്രവർത്തിക്കേണ്ടിയിരിക്കുന്നു.
ന്യൂസ് ഡെസ്ക് വിസ്മയ ന്യൂസ്.